ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിലാണ് നാഗർലോങ് അരുണാചൽ പ്രദേശിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നാമത്തിലുള്ള വളരെ മനോഹരമായ വലിയ ഒരു പള്ളിയാണിത്. ഈശോയുടെ തിരുഹൃദയം മാർഗ്രറ്റ് മേരി ഹലക്കോക്കിനോട് പറഞ്ഞു, വേദനിക്കുന്ന എൻ്റെ ഹൃദയം കാണുവിൻ. എൻ്റെ ചിത്രം വച്ച് വണങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. വേദനിക്കുന്ന ഈശോയുടെ ഹൃദയം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 31-34 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം സത്യവുമാകുന്നു. സിറോ മലബാർ കുർബാനയിൽ കാസയും പീലാസയും ഒരുക്കുന്ന അവസരത്തിൽ വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. വീഞ്ഞ് ഒഴിച്ച ശേഷം 2 തുള്ളി വെള്ളം ചേർക്കുമ്പോൾ പറയും, പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു, കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം സത്യവുമാകുന്നു. ഈശോയുടെ ആ വേദനിക്കുന്ന ഹൃദയം എന്തുകൊണ്ടാണ് ഈശോയുടെ ഹൃദയം വേദനിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ പാപം കൊണ്ടായിരിക്കാം. ആ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനാണ് യേശു കുരിശിൽ ഏറിയത്, കുരിശിൽ മരിച്ചത്, ഉദ്ധാനം ചെയ്തതിന്. പടയാളികൾ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ്. ഉദ്ധാനത്തിന് ശേഷം തോമാസ് ശ്ലീഹായുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നീ അവിശ്വാസിയാതെ വിശ്വാസിയാകെ എൻ്റെ ഹൃദയം കാണുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ 1000 ഓർമ്മകളും പ്രാർത്ഥനകളുമാണ് ഉണ്ടാകുന്നത്. എൻ്റെ വീട്ടിൽ ചെല്ലുന്നൊരു കൊച്ചു പ്രാർത്ഥനയുണ്ടായിരുന്നു. 50 പ്രാവശ്യം ചൊല്ലുന്നതാണ്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ. നിങ്ങളെ എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയം അനുഗ്രഹിക്കുകയാണ്. ഈശോയുടെ ഹൃദയം നിങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ജലവും എല്ലാം നൽകുകയാണ്. ആ ജലത്തെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വിശുദ്ധ ആംബ്രോസ് പറയുന്നു. അവസാന നിമിഷം പോലും ഈശോ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവ് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ. ആമേൻ.